നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമേ, അയ്യോ ശ്യാമേ, എന്താ എന്താ പ്രശ്നം? എടുത്തി എന്താ പ്രശ്നം? അതാ അങ്ങോട്ട് ചോദിക്കും. നാളെ ലൈസൻസ് ഇല്ലാന്ന് വെച്ച് ഈ വീട്ടിൽ കേറി വാച പഠിക്കാൻ വന്നാലേ വിവരം അറിയും. ശബ്ദം ഇത് പ്ലീസ് വാ, നമുക്ക് റൂമിലേക്ക് പോവാം. വാ. റൂമിൽ പോവാന്നോ? നിനക്ക് എന്താ നാണക്കേട് വരുന്നോ? ഞങ്ങളെ നിന്റെ വീട്ടുകാരാ, ഞങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കേണ്ടവളാ നീ. എന്നിട്ട് പറയുന്ന കേട്ടില്ലേ? എന്താ ചെയ്യുന്നേ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ മോളെ? എന്റെ അമ്മേ, ബെല്ല് കേട്ട് കഥക് തുറന്ന് എന്താണെന്ന് ചോദിച്ചു പോയി. എന്താണോ, എന്തിനാ വന്നേന്നാ ചോദിച്ചേ. വിട്ടേക്ക് പോട്ടെ. അതെ, പോകാൻ തന്നെ പോകുന്നത്. എടുത്തി ഇവിടെ അട്ടിപ്പേര് കിടക്കാൻ വന്നതല്ല ഞങ്ങള്. ഇവിടെ താലികെട്ടോ നൂലുകെട്ടോ ആണെന്ന് പറഞ്ഞ് അവിടെ അച്ഛനും അമ്മയ്ക്ക് ഇരിക്കപ്പുറത്തില്ല. പ്ലീസ് ഒന്ന് നിർത്തൂ പ്ലീസ്. പറയാനുള്ളത് പറഞ്ഞിട്ടേ ഈ ജയന്തി നിർത്തൂ. എന്റെ നാത്തൂനെ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോ നാത്തൂൻ എന്താ നാണക്കേട് വരുന്നോ? കേട്ടു വർമ്മ സാറേ, അവിടെ ഇവളുടെ അമ്മയുടെ കയ്യിലെ വള വിറ്റിട്ടാ ഈ തുണിയും 1 ഗ്രാമിന്റെ ഈ രൂപവും വാങ്ങിയത്. അവിടുത്തെ അവസ്ഥ അറിയാലോ. ജയന്തി ഒന്ന് വെറുതെ ഇരിക്കാനാ പറഞ്ഞത്. ഞാൻ വെറുതെ ഇരുന്നിട്ട് എന്താ അരവിന്ദേട്ടാ? എന്താ ശ്യാമേ? എന്താ പ്ലീസ്, ഐശ്വര്യടുത്തിയല്ല എന്നെ എടുത്തി അപമാനിക്കുന്ന. ഞാനാകെ തൊലിയൊരിഞ്ഞ് നിൽക്കുവാ. ആഹാ, എന്റെ മോൾ അങ്ങനെ നിൽക്കാണോ? ഇപ്പൊ ശരിയാക്കി തരാം. അത് കൊള്ളാലോ. എടി, നീ എന്തിനാ പേടിക്കുന്നേ? നീ വല്ലവരുടെ ആട്ടും തുപ്പും കേട്ട് കഴിയേണ്ടവളല്ല. ഹലോ ശ്യാമേ, ഇവിടെ ആരുടെയും ആട്ടം തുപ്പ് കേട്ട് കഴിയൊന്നുമല്ല. എന്നെ അച്ഛാ, അമ്മേ, ഐശ്വര്യം ജയന്തിയും കൂടി ഇപ്പൊ ശ്യാമെ ആക്ഷേപിക്കുന്ന പോലെ ആയിട്ടുണ്ട്. അമൃതടുത്തി, വെറുതെ എല്ലാ കാര്യത്തിനിടയ്ക്കും എന്നെ പിടിച്ചിടണ്ട. ജയന്തി മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടി നിന്നതാ. ശ്യാമേ, എന്നെ കുറിച്ച് ഇനിയും പറഞ്ഞ ഞാൻ ഇതൊന്നും കേട്ടോണ്ട് നിക്കില്ല. എടുത്തി പ്ലീസ് ഒന്ന് നിർത്താമോ? എടുത്തി, എന്റെ ചടങ്ങിന്റെ കാര്യമായിട്ടല്ലേ എടുത്തി വന്നിരിക്കുന്നേ. ഏട്ടാ, നമുക്ക് റൂമിൽ പോയി സംസാരിക്കാം. വാ വാ. നീ ഇങ്ങനെ പേടിക്കാതെ ശ്യാമേ, നീ ധൈര്യമായിട്ട് ഇരിക്കും ശ്യാമേ. പറയേണ്ടത് പറയേണ്ട സമയത്ത് തന്നെ പറയണം. ശരി, ഞാൻ പറയേണ്ടത് പറയാം. എടുത്തി, ആവശ്യമില്ലാതെ ഇനി ഇവിടെ സംസാരിക്കരുത്. അതാ എനിക്ക് പറയാനുള്ളത്. എന്താ നീ പറഞ്ഞേ? എടി, നിന്റെ ഏട്ടനെ ഈ നിക്കുന്നേ. അതെ, ഏട്ടനും കൂടി വേണ്ടി തന്നെയാ ഞാൻ പറയുന്നത്. അച്ഛനും അമ്മ ഇവിടെ നിൽക്കുന്നു, ഇവിടെയുള്ള ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനൊരു പ്രകടനം വേണ്ടായിരുന്നു എടുത്തി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.